അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ബീഫ് അച്ചാർ ഇടാനാണ്. ബീഫ് അച്ചാർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. ഞാൻ 2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകിയൊക്കെ വെച്ചേക്കുന്നത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളകും പിരിയം മുളകുമാണ് ഞാൻ എരിവുള്ളതും എരിവില്ലാത്തതുമാണ് 2 സ്പൂൺ ചേർക്കുന്നത്. ബീഫിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിത് ആവിയേറ്റി എടുക്കാനാണ്. ഒരു 2-3 വിസിൽ ഏൽപ്പിച്ചെടുക്കാം. നമുക്കിത് എല്ലാം വിരവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാം. കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിലേക്കട്ടെ. ബീഫൊക്കെ എല്ലാം 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ഇതാണ്ടോ, വെള്ളമൊന്നുമില്ല അതിൽ. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാൻ ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കാം. ബീഫൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അടുത്തതൂടെ കോരിയിട്ട് കൊടുക്കാം. ബീഫെല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചേക്കാം. നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 150 ഗ്രാം ഉണ്ട് നല്ലെണ്ണ. അത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 100 ഗ്രാം ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അരച്ച് വെച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി നാൾ കേട് കൂടാതെ ഇരിക്കും. അതാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത്. ഒരു 10 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 3/4 കപ്പ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്ന. എരിവ് കുറഞ്ഞതാണ്. 1/4 കപ്പ് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. തീ വളരെ കുറച്ചിട്ട് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാൻ. സാറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വിനാഗിരിയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. മിക്സാക്കി എടുക്കാം. ഒരു 1/4 കപ്പ് വിനാഗിരിയുടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൽ നമ്മൾ കുറച്ച് ഇറച്ചി പൊരിച്ച എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി എടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടാന്ന് നോക്കിക്കൊള്ളണം. നമുക്കെല്ലാം കറക്റ്റാണ്. നമുക്ക് പൊരിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
നല്ല രീതിക്ക് നമുക്ക് ഇനി മിക്സാക്കി എടുക്കാം. ബീഫ് അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ അച്ചാർ ഇതാ കണ്ടോ. നമുക്കിനി തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുക്കാം. അടിപൊളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.